പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വാരികകളിലൊന്ന് വരച്ചാൽ ഒന്നിങ്ങനെ എനിക്കൊരാഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഈ രംഗമായിട്ടൊന്ന് ബന്ധപ്പെട്ട് തുടങ്ങി. അത് നമ്മളിത് വായിച്ച് നോക്കുമ്പോൾ നമുക്കതിനകത്ത് പെട്ടെന്ന് നമ്മളെ ആകർഷിക്കുന്ന എന്തോ രംഗം എന്തെന്ന് വെച്ചാൽ അതായിരിക്കും മുഖ്യമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഏറെയും ഈ സുന്ദരി പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ്. അതൊക്കെ എങ്ങനെയാണ്? അത് നമ്മുടെ ഭാവനയിൽ വരുന്നതാണോ അതോ മോഡലുകളുണ്ടായിരുന്നു? അത് മോഡലൊന്നുമില്ല, നമ്മുടെ ഭാവനയിൽ തന്നെ വരുന്നതാണ്. അതായത് നായിക്ക് എപ്പോഴും സൗന്ദര്യമായിരിക്കണം, എല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു ഫിഗറായിരിക്കണം എന്നുള്ളൊരു സങ്കല്പം എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. സുന്ദരിമാരുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കും പഴയ കാലത്ത് ഒരുപാട് ആരാധികമാരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അത് അവർ വെച്ചാൽ പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ കത്തിലൂടെയാണ് അവർ ഈ പത്ര ഓഫീസിലേക്ക് ലെറ്റർ വിടും. പിന്നെ ചിത്രങ്ങൾ നല്ലതായിരുന്നു, അങ്ങനെ ഇങ്ങനെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതി അയക്കുമായിരുന്നു. എൻ്റെ ചിത്രങ്ങൾ തന്നെ AI ആക്കി ഇത് പിന്നെ ആനിമേഷനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റെന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ പടത്തിനോളം വരുന്നില്ല ഈ AI എന്നാണ് ഈ അഭിപ്രായം വരുന്നത്. നമസ്കാരം. ഒരു കാലത്ത് വായനക്കാരെ ഏറെ സ്വാധീനിച്ചിരുന്നവയാണ് നോവലുകൾ. മനോരമ, മംഗളം തുടങ്ങിയ വാരികകളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നോവലുകളുടെ കഥയുടെ പശ്ചാത്തലത്തിൽ മനോഹരമായ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളും ഏറെ ശ്രദ്ധേയവും കൗതുകവുമായിരുന്നു. ആ ചിത്രങ്ങളുടെയൊക്കെ പിന്നിൽ ആരാണത് വരച്ചത് എന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ ഉയർത്തിയത്. ജീവൻ തുടിക്കുന്ന സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ വരച്ചിരുന്നത് മറ്റാരുമല്ല മോഹൻ മണിമല എന്ന കലാകാരനാണ്. അദ്ദേഹം മണിമല സ്വദേശിയാണ് എങ്കിലും അദ്ദേഹം താമസിക്കുന്നത് ഇപ്പോൾ കോട്ടയം പത്തനാട് എന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അതായത് ഞാൻ ഈ ഡ്രോയിങ് പഠിച്ചു കഴിഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പം ഈ വാരികകളിലൊന്ന് വരച്ചാൽ ഒന്നിങ്ങനെ എനിക്കൊരാഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഈ രംഗമായിട്ടൊന്ന് ബന്ധപ്പെട്ട് തുടങ്ങി. അങ്ങനെ ആദ്യകാലത്ത് ഞാൻ കുറച്ച് വാരികകളിലൊക്കെ പോയി നമ്മൾ വരച്ച കുറച്ച് സാമ്പിള് ചിത്രങ്ങളൊക്കെ ആയിട്ട് അത് കണ്ടിട്ട് ചിലർ പറഞ്ഞു അത് നമ്മുടെ വീക്കിലേക്ക് പറ്റുന്ന ഇതല്ല, റിസൾട്ട് ഒന്നും കിട്ടത്തില്ല, റിസൾട്ട് കിട്ടുകയെന്നല്ല, അത് കണ്ടുപോകാൻ കറുത്തു പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ ആ ഒരു പരമ്പരാഗതമായ ഒരു ശൈലി വിട്ടാണ് ഞാൻ ചെയ്തത്. എൻ്റെ ഒരു ശൈലിയിൽ ഞാനൊരു ഹാഫ് ടോൺ വർക്കാണ് ചെയ്തിരുന്നത്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റേ ഉള്ളൂ, കളറായിട്ടില്ല. അങ്ങനെ ചെയ്ത് ഒരു ഇതാണ് പറഞ്ഞത്. കാരണം ഇത് പ്രിൻറ്റിങ്ങിൽ വളരെ മോശമായി പോകും, അതുകൊണ്ട് നമുക്കിത് പറ്റത്തില്ല. അങ്ങനെ പിന്നെ 1-2 വാരികളിലൂടെയൊക്കെ പോയി. അപ്പോൾ അവർ പടമൊക്കെ നോക്കിയിട്ട് ശരി അറിയിക്കാം അങ്ങനെയാട്ടെ എന്നൊക്കെ പറയാം. നമ്മളെ സാധാരണ ഒഴിവാക്കുന്ന രീതിയിൽ തന്നെ അങ്ങ് പറഞ്ഞു വിട്ടു. പിന്നെ നമുക്ക് ഒരറിയിപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഇങ്ങനെ ചെമ്പകാഴ്ച പതിപ്പിൽ ഒരു ആർട്ടിസ്റ്റിനെ ആവശ്യമുണ്ടെന്ന് ഇങ്ങനെ അറിയാൻ കഴിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ചെമ്പകത്തിൽ ചെല്ലുന്നത്. ചെമ്പകാഴ്ചപ്പതിൽ ചെന്ന് അവരെൻ്റെ ചിത്രങ്ങളൊക്കെ നോക്കി. അവർ അന്നേരം തന്നെ എന്നെ അവിടെ വെച്ച് തന്നെ ഒരു പടം വരപ്പിച്ചു. അതായത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടത് ഒരു ബൈനോക്കുലറിലൂടെ ഇങ്ങനെ ദൂരേക്ക് നോക്കുന്ന ഒരു ഫിഗറായിരുന്നു, ഒരു പുരുഷൻ നോക്കുന്നത്. അത് ഞാൻ വരച്ചു കൊടുത്തു. അവർ കുഴപ്പമില്ലയെന്ന് പറഞ്ഞു. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ മാത്രമല്ല, അത് പിറ്റേ ആഴ്ചയിൽ അവരത് ഉപയോഗിക്കുകയും ചെയ്തു, പ്രിൻ്റ് ചെയ്തു വന്നു. അതിനുശേഷം പിന്നെ നമ്മൾ പിന്നെ ഒരു നോവലിന് തന്നു. ആ നോവൽ വരച്ചു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് തുടങ്ങിയായിരുന്നു ഇതിനകത്ത്. നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചാണോ വായിക്കുന്നത് അതോ അല്ലെങ്കിൽ നോവലിസ്റ്റ് പറയുന്ന രീതിയിലാണോ? ഇത് നമ്മൾ തന്നെ ഒരു പറ്റുന്ന രീതിയിലുള്ള ഒരു രംഗം തിരഞ്ഞെടുത്തുകൊണ്ടങ്ങ് ചെയ്യുകയാണ്. അതായത് നമ്മളിത് വായിച്ച് നോക്കുമ്പോൾ നമുക്കതിനകത്ത് പെട്ടെന്ന് നമ്മളെ ആകർഷിക്കുന്ന എന്തോ രംഗം എന്തെന്ന് വെച്ചാൽ അതായിരിക്കും മുഖ്യമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അത് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് 1-2 ഘടകങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഒരുപക്ഷെ രംഗം നല്ലതായിരിക്കും, പക്ഷേ അത് നമ്മൾ വിഷ്വൽ ചെയ്യുമ്പോൾ അതത്ര ഭംഗിയാകണമെന്നില്ല ചിലപ്പോൾ. അപ്പം ആ വിഷ്വൽ ചെയ്താൽ ഭംഗിയായിരിക്കണം. പിന്നെ നമ്മുടെ പ്രിൻറ്റിങ്ങിൻ്റെ റിസൾട്ട് കൂടെ നോക്കണം. അങ്ങനെ പല ഘടകങ്ങൾ. പിന്നെ ലേഔട്ട് ചെയ്യുമ്പോൾ ലേഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമ്പോസിഷൻ, ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു ഇലസ്ട്രേഷൻ തിരഞ്ഞെടുക്കുന്നത്.
ഏറെയും ഈ സുന്ദരി പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ്. അതൊക്കെ എങ്ങനെയാണ് അത് നമ്മുടെ ഭാവനയിൽ വരുന്നതാണോ അതോ മോഡലുകളുണ്ടായിരുന്നോ? അത് മോഡലൊന്നുമില്ല, അത് നമ്മുടെ ഭാവനയിൽ തന്നെ വരുന്നതാണ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാധാരണ നായികാ സങ്കല്പം എന്ന് പറഞ്ഞാൽ പൊതുവെ സൗന്ദര്യമാണല്ലോ. അതായത് നായിക എപ്പോഴും സൗന്ദര്യമായിരിക്കണം, എല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കണം എന്നുള്ള ഒരു സങ്കല്പം എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പരമാവധി സൗന്ദര്യം കൊടുത്ത് വരയ്ക്കുന്നു. ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായപ്പോൾ പലരും ഇപ്പോൾ പറയാറുണ്ട്, മനോരമയിലും മംഗളത്തിലൊക്കെ ചിത്രം വരച്ചുകൊണ്ടിരുന്ന ചേട്ടൻ അതുപോലെ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ കാണാറുണ്ടോ? അതുകൊണ്ടുണ്ട്. ഞാൻ കാരണം ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രയോജനം കൊണ്ട് വന്നാൽ ഇതുപോലെ ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ പുറത്തറിയാനുള്ള ഒരു വഴിയായി. മറ്റേന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലായിരുന്നേ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വരികൾ വരയ്ക്കുന്നു, ഈ ചിത്രങ്ങൾ കൊണ്ട് മാത്രം ആൾക്കാർ അറിയുന്നു, അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ടൊന്നും ആ ഒരു വിവരവും കിട്ടത്തില്ല. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫീഡ്ബാക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഓരോ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഒരു അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അവർ എഴുതുന്നുണ്ട്. അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ കമൻറ്റ് നോക്കി നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താം. എത്ര ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്? ഇപ്പം നമ്മൾ ഏകദേശം ഒരു 25,000 ചിത്രങ്ങളോളം വരച്ചിട്ടുണ്ടാവും. എത്ര നോവലുകളാണെന്ന് ഓർക്കുന്നുണ്ടോ? നോവലുകളെല്ലാം വായിക്കാറുണ്ടോ? നോവലെല്ലാം വായിക്കാറുണ്ട്. വായിക്കാതെ നമുക്കത് അതിനകത്ത് ഒരു രംഗം തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളത് വായിച്ചേ പറ്റുള്ളൂ. അത് ഒരാവൃത്തി അല്ല, ചിലപ്പം 1-2 ആവൃത്തി വായിക്കേണ്ടി വരും. ഈ സുന്ദരിമാരുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ പഴയ കാലത്ത് ഒരുപാട് ആരാധികമാരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും. അത് അവർ വെച്ചാൽ പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ കത്തിലൂടെയാണ് അവർ ഈ പത്ര ഓഫീസിലേക്ക് ലെറ്റർ വിടും, ഇന്ന ചിത്രങ്ങൾ നല്ലതായിരുന്നു, അങ്ങനെ ഇങ്ങനെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതി അയക്കുമായിരുന്നു. ഇപ്പോൾ അതാ പറഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അത് നേരെ നമ്മുടെ ചിത്രത്തിൻ്റെ താഴെ കമൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ AI ഒക്കെ വന്നല്ലോ, ഫോട്ടോഷോപ്പ് ഒക്കെ സജീവമായിട്ടുണ്ട്. പിന്നെ അതിന് ഒരുപടി കടന്ന് ഇപ്പോൾ AI വന്നിട്ടിരിക്കുകയാണ്. അപ്പം പഴയകാലം അങ്ങനെ താങ്കൾ അന്ന് മുതൽ തുടങ്ങിയതാണ് ചിത്രം വരെയൊക്കെ. ഇപ്പോൾ എങ്ങനെയാണ് ഇത് സ്വാധീനിക്കുന്നതെന്ന് ഒരു വിലയിരുത്തലുണ്ടോ? പക്ഷേ ഈ AI നമ്മളെ അത്ര സ്വാധീനം ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ ഈ ചിത്രം വരച്ചു കൊടുക്കുന്ന ചിത്രം തന്നെയാണ് ആൾക്കാർക്ക് താല്പര്യം. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചിത്രങ്ങളുടെ അടിയിൽ വരുന്ന കമൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഞാൻ എൻ്റെ ചിത്രങ്ങൾ തന്നെ AI ആക്കി ഇത് പിന്നെ ആനിമേഷനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റെന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ പടത്തിനോളം വരുന്നില്ല ഈ AI എന്നാണ് ഈ അഭിപ്രായം വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ AI-യിലൂടെയോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത ഈ കോറൽ ഡ്രോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം, ചിത്രങ്ങൾ ചെയ്തെടുക്കാം. പക്ഷേ അതിനേക്കാൾ ജനങ്ങൾക്ക് താല്പര്യം എനിക്ക് തോന്നുന്നത് ഈ വരയ്ക്കുന്നത് തന്നെയാണ്. ഏതൊക്കെ വാരികയിലാണ് പിന്നീട് ജോലി ചെയ്തത്? ഞാൻ ചെമ്പകം കഴിഞ്ഞ് മനോരമ കഴിഞ്ഞ് ഇടയ്ക്ക് മംഗളത്തിലൊന്ന് പോയി. മംഗളത്തിൽ ഒരു 4 വർഷത്തോളം വർക്ക് ചെയ്തു. അതിന് മുമ്പ് ഞാൻ പിന്നെ പീസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് മംഗളത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ആലിപ്പഴം എന്ന നോവൽ വരയ്ക്കുന്നത് മാധ്യമത്തിൻ്റെ. പിന്നീട് മനോരമയിലാണോ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്? മനോരമയിലാണ്. അതെ അതെ. ഇപ്പോൾ ഉണ്ടോ, വർക്കുണ്ടോ? ഉണ്ട്. ഇപ്പം ഞാൻ കോൺട്രാക്ട് ബേസിലാണ് മനോരമയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി എത്ര ദിവസങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്? ദിവസങ്ങൾ വേണ്ട, എനിക്ക് തോന്നുന്നൊരു 5 മണിക്കൂർ ഏറ്റവും കൂടുതൽ. അത് നമുക്ക് 3 മണിക്കൂർ വരയ്ക്കാം, 3.5 2 മണിക്കൂർ അങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും. അത് ചിലപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ചിലപ്പോൾ ചിത്രങ്ങൾ കുറച്ച് കൂടുതൽ ഫിഗർ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചിലപ്പം സമയത്തിന് മാറ്റം വരും. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കും. ഒരു വർഷത്തിലൊക്കെ എത്ര ചിത്രങ്ങൾ, എത്ര നോവലുകൾക്ക് വേണ്ടി ചിത്രം വരയ്ക്കും? ഒരു വർഷം നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജോയ്സിയുടെ ഒരു നോവലുണ്ട് മഴതോരും മുമ്പേ. എനിക്ക് തോന്നുന്നു ആ നോവൽ തന്നെ 5 വർഷക്കാലം ഇതിനകത്ത് പ്രസിദ്ധീകരിച്ച് വന്നതാണ്. ഈ മേഖലയിലെ പ്രതിഫലമൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു അത്? ആദ്യകാലങ്ങളിലൊക്കെ വളരെ തുച്ഛമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ.
അത് അത് ഞാൻ മംഗളത്തിൽ ആലിപ്പഴം ചെയ്തുകൊണ്ടിരിക്കുമ്പം അന്നത്തെ പ്രതിഫലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പീസ് വർക്കിന് 75 രൂപയായിരുന്നു. ഒരു പടത്തിന് 75 രൂപ വെച്ചാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഒരു പക്ഷേ അന്നത്തെ നല്ല ഇതായിരുന്നായിരിക്കണം. പക്ഷേ ഇപ്പോഴെന്നുള്ളത് കുഴപ്പമില്ല. ഇപ്പം അതിനൊക്കെ മാറ്റം വന്നു. നല്ല പ്രതിഫലം തന്നെ കിട്ടുന്നു. ഇപ്പം ഈ പുതിയ തലമുറ ഈ വായനയോട് പ്രത്യേകിച്ച് നോവലുകളൊക്കെ അവർ അകന്നു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അതെ അതെ. അതിപ്പം ഈ വീക്കിലി വായനയെന്നല്ല, എല്ലാ വായനയ്ക്കും പുറകോട്ടാണ്. കാരണം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇത് നോക്കുന്നേ ഇല്ല. കാരണം അവരുടെ മുന്നിൽ വിഷ്വൽ ഉണ്ടല്ലോ. ഈ ടി വി ആയിട്ടും മൊബൈലായിട്ടും. എനിക്ക് തോന്നുന്നു കുട്ടികളൊന്നും ഇപ്പോൾ ഈ ടി വി പോലും കാണുന്നില്ല. അവർ ഫുൾ ടൈം മൊബൈലിലാണ്. അതുകൊണ്ട് ഈ വായന ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഈ അങ്ങയുടെ ചിത്രങ്ങൾ നോക്കിയിട്ട് ഒരുപാട് കലാകാരന്മാർ രംഗത്തേക്ക് വന്നു. അങ്ങനെ ശിഷ്യന്മാരൊക്കെ ഉണ്ടോ ഇപ്പം അങ്ങയുടെ ലിസ്റ്റിൽ? ഉണ്ടുണ്ട്. ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഒരു പക്ഷേ കാണാമറയത്താണ് അവരൊക്കെ. ഞാൻ എൻ്റെ ചിത്രങ്ങൾ പ്രചോദനമായിട്ട് വരയ്ക്കാൻ തുടങ്ങിയെന്നുള്ള ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നത്. ഈ കമൻറ്റിലൂടെയാണ്. ഈ കമൻറ്റിനടി വന്ന് പറയും ഞങ്ങളൊക്കെ അങ്ങയുടെ ചിത്രങ്ങൾ കണ്ടിട്ടാണ് ഈ ഒരു പ്രചോദനം ഉണ്ടായാണ് വരച്ച് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ വരും കമൻറ്റ്. ഞാൻ ഓരോ പോസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം അതിൻ്റെ അടിയിലെല്ലാം ഒരാളെങ്കിലും അങ്ങനെ ഒരു കമൻറ്റ് ഇടാറുണ്ട്. ഈ പുതുതായിട്ട് വര തുടങ്ങുന്ന ആളുകൾ ഒക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇല്ല, അവരോട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കലയെന്ന് പറയുമ്പോൾ അത് അവരുടെ ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ച് ചെയ്യേണ്ട ജോലിയാണ്. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമല്ല. കാരണം ജന്മനാ തന്നെ അവർക്കൊരു കഴിവുണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ ഈ വര ഇച്ചിരി ഒന്ന് പരിപോഷിപ്പിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ അവർ സ്വന്തം നിലയിൽ അവരുടേതായ ക്രിയേറ്റിവിറ്റി വെച്ച് ചെയ്തു പോവുക എന്നുള്ളതാണ്. ഈ നോവൽ ചിത്രങ്ങളിലുപരി അല്ലാതെ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടോ? ഉണ്ട്. അല്ലാതെ നമ്മൾ പുറംവർക്കൊക്കെ ചെയ്യാറുണ്ട്. ഓർഡറൊക്കെ ഉണ്ട്. ഈ അന്നത്തെ ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടോ? എല്ലാ ചിത്രങ്ങളും സൂക്ഷിക്കാറുണ്ടോ? എല്ലാ ചിത്രങ്ങളും ഇല്ല. കുറച്ച് ഒക്കെ ചിത്രങ്ങളുണ്ട്. പഴയ പടങ്ങളൊന്നുമില്ല. കാരണം ഈ പഴയ ഈ ആലിപ്പഴത്തിൻ്റെ പഴയ പടമൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി പേരിങ്ങനെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാമോ, FBയിൽ പോസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയാറുണ്ട്. പക്ഷേ ആ ചിത്രങ്ങളൊന്നും എൻ്റെ കയ്യിലും ഇല്ല, ഓഫീസിൽ പോലും ഇല്ല. ഞാൻ രണ്ടാമത് മംഗളത്തിൽ ചെന്നപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിച്ചായിരുന്നു ഈ പടങ്ങളൊക്കെ ഇരിപ്പുണ്ടോ. പക്ഷേ അതൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഫയൽ കോപ്പി പോലും ഇല്ല. ഏതാണ്ട് 25,000-ഓളം ചിത്രങ്ങളാണ് അദ്ദേഹം വരച്ചത്. അതിൽ ചിലതൊക്കെ ഇപ്പോൾ അദ്ദേഹം സൂക്ഷിക്കുന്നതുമുണ്ട്. ഒരു കാലത്ത് യുവതി യുവാക്കളുടെ സങ്കല്പം, പ്രണയസങ്കല്പം, നായകി സങ്കല്പമൊക്കെ ഈ നോവലുകൾ കൂടിയാണ് വിരിഞ്ഞത്. അത്രത്തോളം സ്വാധീനം ചെലുത്തുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ചിത്രങ്ങൾ. ഏതായാലും ഇപ്പോഴും അദ്ദേഹം ഈ ജോലി, ഈ ചിത്രം വര തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.